അങ്ങനെ OHF എക്സ്പോൻ്റെ സെക്കൻഡ് ഡേ ആണെന്ന്. ഇന്നാണ് ലാസ്റ്റ് ഡേ കേട്ടോ. ഒരു 2 ദിവസത്തെ എക്സ്പോ ആയിരുന്നു. ഭയങ്കര ആഗ്രഹിച്ച് ചെയ്തൊരു എക്സ്പോ എന്നും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മെയിൻ ഒരു ഫാക്ടർ, എൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത സ്റ്റുഡൻസിൽ ഒരു മെജോറിറ്റി സ്റ്റുഡൻസ് കൊച്ചിയിൽ നിന്നാണ്. അപ്പോൾ അവരുടെയൊക്കെ ഒരു റിക്വസ്റ്റ് ആയിരുന്നു ഇങ്ങോട്ട് എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടെങ്കിൽ വരണം, വന്നാൽ അറിയിക്കണം എന്നൊക്കെയുള്ളത്. അപ്പോൾ ഈ ഒരു എക്സ്പോ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ മുതലേ ഞാൻ അവരൊക്കെ പറഞ്ഞ ആ റിക്വസ്റ്റ് എന്ന് എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത്. കുറേ പേര് വന്നു കേട്ടോ കാണാൻ. അതൊക്കെയാണ് എൻ്റെ ഈ ഒരു എക്സ്പോയിലെ ബിഗ്ഗസ്റ്റ് അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത്. അവർ വരുന്നു, സംസാരിക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. ഇതൊന്നും ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തൊരു കാര്യമോ അല്ലെങ്കിൽ പണ്ട് സ്വപ്നം കണ്ടൊരു കാര്യമൊന്നുമല്ല. ഇറ്റ്സ് ബിയോണ്ട് മൈ ഡ്രീം. എൻ്റെ വീട്ടിലെ ഒരു കോർണറിലിരുന്ന് ചെയ്യുന്ന ഒരു പരിപാടിക്ക് പുറത്ത് ഇത്രയും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ ഈ ഒരു എക്സ്പോയിലാണ് റിയലൈസ് ചെയ്തത്. ഈവൻ ഫോളോവർ ആണെങ്കിലും എൻ്റെ സ്റ്റുഡൻസ് ആണെങ്കിലും വന്ന് പറയുന്ന ഓരോ വാക്കുകളും എനിക്ക് അത്രയും പ്രഷ്യസ് ആണ്. എന്താണെന്നൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് മറുപടി പറയാൻ കഴിയാതെ തന്നെ ഞാൻ കുറേ നിന്നിട്ടുണ്ട്. സ്റ്റുഡൻസൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ എൻ്റെ ക്ലാസ്സിൽ തന്ന പൈസേനെക്കാട്ടിലും കൂടുതൽ അവരിപ്പോൾ ഓൺലൈനിൽ സെല് ചെയ്ത് ടേൺ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ അവർ പറയുന്നത് അവരുടെ ഫുൾ ഫാമിലീനൊക്കെ കൊണ്ടുവന്ന് അവരുടെ മുന്നെന്ന് പറയുമ്പം ഞാൻ ആകെ ഷോക്കായിട്ടാണ് നിൽക്കുന്നത്. അത്രയും വലിയൊരു ഹാപ്പിനെസ്സാണ് എനിക്ക് ഈ ഒരു എക്സ്പോയിൽ ഉണ്ടായത്. ഇവിടെ വന്ന് ഇത്രയും ദൂരമൊക്കെ ഞാൻ ആദ്യമായിട്ട് എൻ്റെ മക്കളെയും ഫാമിലിനൊക്കെ ഇട്ട് നിൽക്കുന്നത്. അതിനൊക്കെ വേർത്തായി എന്നുള്ളത് ഇവരുടെയൊക്കെ ഈ വാക്കുകളിൽ നിന്നും പിന്നെ കൊച്ചിയിൽ നിന്ന് വന്ന നിങ്ങളുടെയൊക്കെ സ്നേഹപ്രകടനങ്ങളൊക്കെ കണ്ടപ്പോഴും ഐ എം വെരി 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 ഹാപ്പി. ഞങ്ങൾ 1:30 അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ ഒരു 6:30 ആകുമ്പോൾ എത്തിട്ടോ.